ഹലോ, ക്രാഫ്റ്റ് വീഡിയോ കണ്ട് മതിയായി കാണും. എന്നാൽ നമുക്കൊരു ദിവസത്തെ ഒരു വൈകുന്നേരം കാണാം. ഇതാണ് കിച്ചു. ഞാൻ നേരെ സ്കൂളിൽ വന്നതിന് ശേഷം ഒരു വീഡിയോ എടുക്കാൻ നിന്നത് കേട്ടോ. അപ്പോൾ അമ്മ അതേമാതിരി ഈ ചമ്മലൊക്കെ ഒന്ന് കത്തിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ കുറേ ഇത് കൂട്ടി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പേപ്പറില്ലാതായിരുന്നു ഞാൻ ആദ്യം കത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉള്ളിൽ കയറി ഓടിച്ചെന്ന് ഞാൻ പേപ്പറൊക്കെ വേഗം പോയി എടുത്തുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ന്യൂസ് പേപ്പർ ഞങ്ങളുടെ അവിടെ ആദ്യം കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് കുറഞ്ഞു. അച്ഛനവിടെ തകൃതിയായി വണ്ടി കേൾക്കണ പണിയിലാണ്. പിന്നെ തീയൊക്കെ കത്തിച്ച് നല്ലോണം കത്തി കെടാനായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളെ മോളിക്ക് പോയി. ആദ്യം ഇവിടെ പാറപ്പുറം എന്നൊക്കെയായിരുന്നു ഞങ്ങളൊക്കെ പറയാറ്. ഇപ്പോൾ ഇത് കല്ലുട്ടിയായി. പാറയൊക്കെ പൊട്ടിച്ച് ഇവിടെ ഇപ്പോൾ കല്ലെടുക്കണ പണിയായിട്ട്. ഈ മിഷൻ കല്ല് പറയുന്ന ഈ ഒരു കല്ലെടുക്കലാണ് ഇപ്പോൾ ഇവിടെ. ഇതിൻ്റെ ഇതിപ്പോൾ കാണാൻ തന്നെ കഴിയില്ല. ചുറ്റിന് ഒരു ഫ്ലെക്സ് വെച്ച് വലിച്ച് കെട്ടിയതാട്ടോ. അപ്പോൾ ഞങ്ങളിപ്പം സ്കൂളിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓളെ വീട്ടിലേക്കൊന്നും എനിക്ക് പോകാൻ ഇപ്പോൾ കഴിയില്ല. ഓളിങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഓളെന്നെ ചുറ്റി വളഞ്ഞാണ് വരിക. ഇവിടെ പിന്നെ ഇപ്പം പാറപ്പുറം പോക്കി ഇപ്പോൾ അവിടെ നിന്ന് തീർക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ടായി മാറിയിട്ടുണ്ട്. കിച്ചന് പിന്നെ എന്തെങ്കിലും അവിടെ വണ്ടി ഉണ്ടെങ്കിൽ അപ്പം പിന്നെ അതിൻ്റെ അടുത്താണ് പോയി നിൽക്കുക കേട്ടോ. ആദ്യത്തെ എൻ്റെ ക്യാമറമാനായിരുന്നു കേട്ടത്. പിന്നെ ഇത് ഫുള്ള് കുറേ കല്ല് വെട്ടുന്ന മെഷീനൊക്കെ കേട്ടോ. ഇതൊക്കെയാണ് അതിൽ കല്ല് വെട്ടിണ്ടായിരുന്നത്. കുറേ ദിവസമായി വെട്ടൽ തുടങ്ങിയിട്ട് കേട്ടോ. കുറേ ലോറിയിലാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ കിച്ചനോടൊന്ന് നിൽക്കാൻ പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് കേട്ടോ. ഞാൻ ആളെടുത്ത് പോയപ്പോൾ ആളെന്തോ ഉണ്ടാക്കട്ടെ. ആൾ അറിഞ്ഞിട്ടും കൂടി ഇല്ല. അപ്പം തന്നെ ആൾ വാതിലടിച്ചു. ഇത് അതിൻ്റെ എന്തോ ചക്കരം എന്തോ ആണായിരുന്നു. പിന്നെ ആളോട് ഞാൻ ബൈ ബൈ പറഞ്ഞ് പോന്നു. ഇതാണ് കൽമുൾച്ചെടി കേട്ടോ. ഓളെ വീടിൻ്റെ അവിടെ ഷീറ്റാണ്. അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പോരണം. കിച്ച് പിന്നെ റോഡിടെ ഓട്ടമായിരുന്നു കേട്ടോ. ഓനടിക്ക് വാങ്ങി പോയി. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല സൺകിസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ഭയങ്കര വെയിലാണ്. ആദ്യമൊക്കെ നല്ല രസമായിരുന്നു ഇവിടെ. ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥയായി മാറി. പക്ഷേ സംഭവം കുഴപ്പമില്ല. അങ്ങനെ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾ പിന്നെയും നടന്നു. അപ്പം ഇതേമാതിരി പോയപ്പോൾ കിച്ചൺ ചെരുപ്പൊക്കെ ഇതായിട്ടും ഫുള്ള് മണ്ണൊക്കെ ആയി. അപ്പം ഞമ്മ വീട്ടിൽ കയറ്റി അറിയില്ല. അപ്പം എന്നാൽ ബൈ.